അതിനുശേഷം ഞാൻ വർക്കുകളിലേക്ക് കൂടുതൽ കടന്നു. അതിനുശേഷം ആണ് ഈ പറഞ്ഞ പോലെ മഹേഷ് നാരായണനുമായിട്ട് ഞാൻ ഇങ്ങനെ ടൈപ്പ് ആകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് അവരുമായിട്ട് കുറച്ച് വർക്കുകൾ ചെയ്തു. എനിക്കൊന്ന് ത്രീ കിങ്സും കാര്യസ്ഥനും മഹേഷ് നാരായണൻ ഞാൻ ട്രെയിലർ കട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് മമ്മാസിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ മമ്മാസ് വന്ന് മമ്മാസിന്റെ പാപ്പിയപ്പച്ചയുടെ പ്രൊമോ സോങ് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സമയത്ത് ഞാൻ പൂനെയിലാണ്. ഞാൻ ഓസ്ട്രേലിയൻ കമ്പനിക്ക് വേണ്ടി പൂനെയിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം അപ്പം മമ്മാസ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ തിരിച്ച് വന്നിട്ട് അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ട്രെയിലറും കട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ ട്രെയിലർ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ മമ്മാസ് പറയുന്നത് സിനിമാ കമ്പനി കൂടെ അസിസ്റ്റ് ചെയ്യാൻ, മമ്മാസിൻ്റെ കൂടെ അസിസ്റ്റൻ്റായിട്ട് സിനിമാ കമ്പനി വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പതിയെ ഡിസൈനിങ്ങിലേക്ക് മാറുന്നു. അപ്പം ആ സമയത്താണ് മഞ്ജുവേട്ടൻ, ഞാൻ ആദ്യം പറഞ്ഞ മഞ്ജുലാല് ഹരിനാരുടെ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു ഷട്ടറിൽ. അപ്പം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മഞ്ജുവേട്ടനാണ് അവിടെ. അപ്പം മഞ്ജുവേട്ടൻ ജോയ് മാത്യുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം നമ്മുടെ വർക്കുകളൊക്കെ കണ്ടപ്പോൾ ജോയ് മാത്യു പറയുന്നത് നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും, നിങ്ങൾ ഡിസൈൻ ചെയ്യാം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ജോയ് മാത്യു വിളിച്ചിട്ട് ലാൽമീഡിയയിലേക്ക് വിളിക്കണം. ലാൽമീഡിയയിലേക്ക് വിളിച്ച് ഷട്ടർ ഒന്ന് കാണും, പടം കാണണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേണ്ടി പടം കിട്ടുന്നു. ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഞാനിട്ട് സുഹൃത്തുണ്ട്, ഞങ്ങൾ രണ്ടുപേരും ഇരുന്ന് പടം കാണും. ഫുൾ പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ ഐഡിയ തോന്നുന്നത് അത് വർക്ക് ചെയ്തോളാം പറഞ്ഞു ഈ പടത്തിന് വേണ്ടി. അങ്ങനെ ഷട്ടർ വർക്ക് ചെയ്യുന്നത്. ഷട്ടർ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെയാണ് രൂപേഷ് പീതാംബരം വിളിക്കുന്നത്. എടാ എൻ്റെ പടം ഓണായി, തീവ്രം നമ്മൾ ഷൂട്ട് ചെയ്ത് തുടങ്ങുകയാണ്, ആ പടം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു വിളിക്കുന്നത്. തീവ്രം ദുൽഖറിന്റെ പടം, ദുൽഖറിന്റെ സെക്കൻഡ് പടം. ആ പടവും ഇതും ഷട്ടറും ഒരുമിച്ചാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഏകദേശം ഒരേ സമയത്ത് റിലീസ് ചെയ്തു. അപ്പം തീവ്രം ഈ ഓഡിയൻസിന്റെ ഇടയിലും കയറി. ഷട്ടർ ശരിക്കും പറഞ്ഞാൽ ഇന്റർനാഷണൽ ലെവലിലും പോസ്റ്റർ റെക്കഗ്നൈസ് ചെയ്തു.